കഴിഞ്ഞ 10 വർഷമായി ഇട്ടിയ പഞ്ചായത്തിൽ മണ്ണൂർ വാർഡിലെ പഞ്ചായത്ത് മെമ്പറായി തുടരുകയായിരുന്നു. മണ്ണൂർ വാർഡിലെ വികസന പരിപാടികൾക്ക്, റോഡിൻ്റെ ആയാലും മറ്റ് വികസന പരിപാടികൾക്കായാലും സജീവമായി എൻ്റെ സഹകരണം ഉണ്ടായിരുന്നു. എം പി ഫണ്ടും MLA ഫണ്ടും അതുപോലെ മറ്റ് പഞ്ചായത്തിൻ്റെ ഫണ്ടും ഒക്കെ വിനിയോഗിച്ച് ധാരാളം വികസനങ്ങൾ ചെയ്യുന്നതിനും പുതിയതായി റോഡുകൾ 8-10 പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നീളമുള്ളതും 4 മീറ്റർ വീതിയുള്ളതും 4-5 റോഡുകൾ തീർക്കുന്നതിനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ മണ്ണൂർ ബീഡിമുക്ക് ചണ്ണപ്പെട്ട റോഡ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ സമയത്ത് ഭരണത്തിലുള്ളപ്പോൾ അന്നത്തെ MLA ആയിരുന്ന പ്രയർ ഗോപാലകൃഷ്ണനെ കൊണ്ട് ബീഡിമുക്ക് ചണ്ണപ്പെട്ട റോഡ് PWD എടുപ്പിക്കുന്നതിനും അത് ടാർ ചെയ്യിക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആ പ്രവർത്തന സമയത്ത് തന്നെ 1995 ഞാൻ മത്സരിച്ച് ജയിക്കുന്ന സമയത്ത് തന്നെ MP ഫണ്ടിലെ മണ്ണൂർ LMS പുത്താർ റോഡിന് വീതി കൂട്ടാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കൊല്ലം നബാർഡിൻ്റെ പൈസയിട്ട് ആ റോഡ് പൂർത്തീകരിക്കുന്നതിനും 8 മീറ്റർ വീതിക്ക് പൂർത്തീകരിച്ച് റോഡ് ടാർ ചെയ്യുന്നതിനും ഗതാഗത യോഗ്യമാക്കുന്നതിനൊക്കെ സാധിച്ചു. അതുപോയിട്ട് പുത്താർ മണക്കോട് ചണ്ണപ്പെട്ട റോഡിന് MP ആയ PJ കുര്യൻ്റെ ഫണ്ടും അതുപോലെ പീതാംബരക്കുറുപ്പിൻ്റെ MP പീതാംബരക്കുറുപ്പിൻ്റെ ഫണ്ടും വിനിയോഗിക്കുന്നതിനും അത് വാങ്ങിക്കുന്നതിനും അത് വിനിയോഗിക്കുന്നതിനൊക്കെ സാധിച്ചു. ആ റോഡിൻ്റെ ടാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. ഞാൻ ആദ്യമായി പഞ്ചായത്ത് മെമ്പറാകുന്നത് 1995-ലാണ്. അന്ന് പാവപ്പെട്ട അനേകം ആളുകൾക്ക് ഉദ്ദേശം ഏതാണ്ട് 75 വീടുകളോളം ഹരിജൻ വീടുകളും അതുപോലെ ജനറൽ വീടുകൾ ഒരു 25 വീടുകളും അന്ന് പാവങ്ങൾക്ക് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണിയുന്നതിനും അവർക്ക് താമസയോഗ്യമായ വീട് തീർക്കുന്നതിനും അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ നടത്തി കൊടുക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 95-ൽ സഹകരണ ആസ്പത്രി എന്ന് താലൂക്ക് സഹകരണ ആസ്പത്രിക്ക് ശ്രമം നടത്തുകയും മണ്ണൂർ വാർഡിൽ താലൂക്ക് സഹകരണ ആസ്പത്രി അന്ന് സ്ഥാപിക്കുന്നതിനും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ച് അതിന് ഉദ്ഘാടനം നടത്തുന്നതിനും ഒക്കെ സാധിച്ചു. അതുപോലെ തന്നെ ഈ പെൻഷൻ പാവങ്ങൾക്ക് വിധവാ പെൻഷനായാലും അഗതി പെൻഷനായാലും കർഷക തൊഴിലാളി പെൻഷനായാലും ഈ പെൻഷനൊക്കെ അന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വളരെയധികം ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ അന്ന് എന്നെക്കൊണ്ട് ഞാൻ ശ്രമിക്കുകയും അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തി അന്ന് പെൻഷൻ ധാരാളമായി വാങ്ങിച്ചു കൊടുക്കുന്നതിന് സാധിക്കും. ഇനിയുള്ള കാലങ്ങളിലും ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ എനിക്ക് മനസ്സുണ്ട്. വിദേശങ്ങളിലുള്ള നിങ്ങളുടെയെല്ലാം സഹായങ്ങളും സഹകരണവും ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി ഞാൻ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.